ഇതാണ് പറയുന്നത് സത്യമേവ ജയതേ. എവിടെ? ഇവിടെ ഫൈനലിൽ 2ാം തവണ കളിച്ചാരും ജയിക്കും. ഇനി കൂടെ തുളുമ്പണോ? ഞങ്ങൾ ആദ്യം ജയിക്കാൻ വേണ്ടി അത്ര എഫേർട്ട് എടുത്തായിരുന്നു. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പതിൽ ആരാ ജയിച്ചെന്നുള്ള ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് ഏതായാലും ഈ ഒരു ഗെയിം കഴിയുമ്പോ ഈ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ സത്യമാണ് ഞങ്ങളോട് കാണിച്ച ഈ ക്രൂഷ്യൽ അല്ല, അവിടെ ക്രൂവലാണ് ഓക്കെ. അപ്പൊ വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. പിന്നെയും വരികയാണ്. ഒരുപാട് ഫോൾട്ടുകൾ. അപ്പോ ഈ ഫോൾട്ടുകളെല്ലാം നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് ഓരോന്ന് എണ്ണി പറഞ്ഞ ഫോൾട്ടുകളെല്ലാം നികത്തിക്കൊണ്ട് ഈ ഗെയിം അടിപൊളിയായിട്ട് കറക്റ്റ് റൂട്ട്. കൺഗ്രാറ്റുലേഷൻസ് ടു ബിനു അടിമാലി ആൻഡ് ടീം. എന്താണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്? കാരണം അത്രയും നിർണായകമായ ഒരു യാത്രയിലൂടെയായിരുന്നു താങ്കളും താങ്കളുടെ ടീമും അപ്പുറത്തുനിന്ന് വന്ന ഒരാളും കടന്ന് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് വ്യക്തമായി പറയുകയാണെങ്കിൽ മനസ്സ് നന്നായാൽ നമ്മളെല്ലാരും നന്നാവും. കൂടെ നിന്നിട്ട് മുതുകാല് വെട്ടി അതിന്റെ ഒരു പീസ് എടുത്ത് കറിയും കൂടെ ഉണ്ടാക്കി തിന്ന് അപ്പുറം പോയി വിജയശ്രീ ലാളിതയാകാമെന്ന് കരുതി മേളിൽ നിൽക്കുന്ന ദൈവം ന്യൂനല്ല ദൈവം. അതെ, ഇവിടുന്ന് ഇറങ്ങി പോകുന്നു എന്നൊക്കെ പറഞ്ഞ ആ ചടങ്ങില്ലേ, അതങ്ങ് നടത്താം. ആ ചടങ്ങിലേക്ക് നടക്കാം. ഇനി അമൃതാജെടുത്ത് കണ്ണ് കയങ്ങി അത് പ്രമോയിൽ വന്ന് സോഷ്യൽ മീഡിയയിലെ കള്ളക്കളി അങ്ങ് അരച്ചു കലക്കി കുടിച്ചു വെച്ചിട്ട്. പക്ഷെ വേറെ കേസുണ്ട്. ഞങ്ങൾ 6 അടി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത് കൊടുത്തിട്ട് വിട്ടാ മതി. ചേട്ടാ, ഒരു കുട്ടി ഇവിടുന്ന് പോകുമ്പോ അങ്ങനെ വെറും കൈയോടുകൂടി വിടാൻ പാടില്ല. വയറ് നിറച്ചു കൊടുത്തു. അനു വേണേ പൊക്കോട്ടെ, സ്റ്റാർമായിക്ക് ഒന്നും ഒരു ചുക്കും പറ്റാൻ പോലുള്ള. പക്ഷെ 6 അടി കൊടുക്കണം, അത് വേറെ കേസ്. സാധാരണ അനു ഇങ്ങനെയായിരുന്നു വന്നോണ്ടിരുന്നത്. ഇന്ന് അടി കൊണ്ടിട്ട് പോണത് ഇങ്ങനെയായിരിക്കും. അല്ല, പറഞ്ഞ വാക്ക് എന്തെങ്കിലും നമ്മളെപ്പോഴും പറയും ഈ പറഞ്ഞു പോയ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റാന്ന്. അതിന് കുറ്റബോധം തോന്നുന്നുണ്ടോ? പറയണ്ടായിരുന്നു അങ്ങനെ ഒരു തീരുമാനം. എന്ത് കുറ്റബോധം എന്നുപോലെ തുടങ്ങിയ ഈ വെല്ലുവിളി. കുറ്റം അനു വാക്ക് പാലിക്കണം. എവിടെയെങ്കിലും വെച്ച് കാണാൻ വിഷമിക്കണെന്തിനാ? അല്ലല്ല, എന്താ ഇപ്പൊ മനസ്സിൽ തോന്നണേ? ഇപ്പൊ മനസ്സിൽ തോന്നണ വേറെന്താ? പുതിയ വണ്ടിയുടെ CC എങ്ങനെ അടയ്ക്കും? അതുപോലെ ഈ ഇപ്പോഴുള്ള പോയി കഴിഞ്ഞാൽ ഇനാഗ്രേഷനും കിട്ടൂല. എന്തു ചെയ്യും? ഷൂഷും പോയി. മൊത്തക്കാരുടെ ഇനാഗ്രേഷൻ ഷൂന്നായി. അല്ലാനു പറയാനു എന്താ തോന്നണേ? അവളത് മാർക്കറ്റ് ചെയ്തോണ്ടിരിക്കുക, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. പക്ഷെ അത് പുറത്തിരുന്ന ഒരാൾ മാർക്കും ചെയ്യുന്നുണ്ടെന്നുള്ളത് എന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാ. അല്ല, ഓക്കെ 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 സർ, ഓക്കെ. 38 വയസ്സിൽ അറിവില്ലായ്മ. അത് സ്റ്റേഷനിൽ വിളിക്കണം. ഒരു സാഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ ഇന്നിയറിൽ വന്ന അനുപേട്ടന്റെയും പാനലിന്റെയും ഡിസിഷൻ ആണ്. അപ്പൊ ഓക്കെ അല്ലാതെ പറയൂ, അതാരും പറയൂ. ഞങ്ങളുടെ ഒരു ടീമിന് ഒരാൾ പോയെന്നല്ലേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇറങ്ങിയ ഒളിച്ചൊന്നും നിൽക്കരുത്, പറമ്പ് വിട്ട് നോക്കണം. ഈ പറമ്പ് വിട്ട് നോക്കണം, ഒളിച്ചൊന്നും നിൽക്കരുത്. നമ്മുടെ പാനലിന്റെ നമ്മുടെ ഷോ ഡയറക്ടറിന്റെ ഡിസിഷൻ അനുഭട്ടനും എല്ലാരും പറയുന്ന ഒരു കാര്യം, 6 വർഷമായില്ലേ നമ്മുടെ ഷോ. അപ്പൊ ചെറിയൊരു വികാരത്തിന്റെ പേരിൽ പോലും അങ്ങനെ ഷോ ക്യൂട്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു ചാലഞ്ച് ഒരിക്കലും കോമഡി അല്ലേ? കോമഡിയാണോ വികാരം? പിഞ്ചേട്ടന്റെ ടീമിൽ നിന്ന് ഞാൻ സത്യം തമാശക്കാണ് ഇപ്പുറത്ത് വന്നത്, ഒരു കണ്ടന്റിന് വേണ്ടി. നമുക്ക് അന്നം തരുന്ന ഒരു ഫ്ലോറിൽ അങ്ങനെ വെല്ലുവിളിക്കാൻ പാടില്ല.
എന്തെല്ലാം ഫ്രൂട്ടും കഴിക്കും. വിളിച്ചിരിക്കുന്നു ചേച്ചി? ആര് നിസ്സാരമായിട്ട് ആരാ ഞാൻ വലിയ ഇറങ്ങി പോകുന്നു എന്നൊക്കെ വീട്ടിൽ പറയും പോലെ ആ. അങ്ങനെ പറയാൻ പാടില്ല. ഇത് തോറ്റു കഴിഞ്ഞാൽ ഞാൻ ഈ ഫ്ലോറിൽ നിന്ന് പോകുന്നു. അത് എനിക്ക് ചുമ്മാ തോന്നുന്നത് തമാശക്ക് പറയണേ. എനിക്ക് അല്ല, തോന്നുന്നത് ഞാൻ അന്നൊരു തമാശ പറഞ്ഞതിനാണ് ഞാൻ 3 വർഷത്തെ ഗ്യാപ്പ് എടുത്തത്. അത് നിന്റെ കയ്യിലിരിപ്പ്. അത് അപ്പൊ അയാൾ സ്വയം സമ്മതിക്കും. നീ അതുകൊണ്ടൊന്നല്ല. കമ്പനി ഗ്യാപ്പ് Gap ഇട്ട് തന്നത്. അതെ. ഗ്യാപ്പ് എടുപ്പിച്ചത്. തമാശ പറഞ്ഞ തമാശ അതെ. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി കയ്യ കാലെ പിടിച്ചിട്ടാണ് ഞാൻ വന്നത്. കയ്യും കാലം പിടിച്ച് 3 വർഷം കഴിഞ്ഞ് വന്ന് വിളക്കേല് തിരിയും കത്തിച്ചിട്ട് ഇവൻ ആദ്യം LED വാള പൊളിച്ചു. ശരി. ഷോ ഡയറക്ടർ, നമ്മുടെ പാനൽ എല്ലാവരും കൂടെ ഇപ്പൊ എടുത്തിട്ടുള്ള ഡിസിഷൻ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഇവരുടെ മാത്രമല്ല, ഫ്ലവേഴ്സ് ഹോൾ ടീം ഇന്ത്യ. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, കാരണം ജിഷിൻ ചേട്ടനെ പോലുള്ള ഒരാള് വന്നപ്പോ ഇത് അനുവിനെ പോലുള്ള ഒരാളോട് അനുവിനെ പോലെ എന്തൊരാള് 100 പേരെ കിട്ടോളെ പോലത്തെ താടി വെച്ച ഒരാൾ വന്നപ്പോ മീശയും താടിയില്ലാത്ത ഒരാൾ പോയി. അപ്പൊ ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കും, ആ സൂസുന്ന് പുറത്തായപ്പോ ഫ്ലവേഴ്സിൽ നിന്ന് തന്നെ പോയെന്താന്ന് ചോദിക്കൂലേ? അപ്പൊ ഇതിന്ന് ഇറക്കി വിടണമല്ലോ. കയ്യിലിരിപ്പ് അതായത് കമ്പനി അനുവിന്റെ അടുത്ത് ഫോഴ്സ്ഫുള്ളി ഒരു ബ്രേക്ക് എടുക്കണം എന്നാണ് പറയുന്നത്. ഇനി 3 കൊല്ലം കഴിഞ്ഞിട്ട് വരാന്ന് വെച്ചാൽ ഫിലോമിനി ആവുകയും ചെയ്യും. പിന്നെ 3 വർഷം കഴിയുമ്പോ അവന്റെ കോലം കാണാൻ പോ, 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 പോ. അങ്ങോട്ട് ഇതെന്റെ വഴിപാടായിരുന്നു. അവളുടെ പുറകെ ആരെങ്കിലും പോകും, അവൾ എന്തെങ്കിലും കടുങ്ങുകയും ചെയ്യും. എന്റെ ഫ്രൂട്ട് സലാഡ് എടുത്ത് തിന്നു. എനിക്ക് അതാ വിഷമം. അവിടെ പോയി കരയുന്നുണ്ടാവും കേട്ടോ. ഈ വിഷമം കൊണ്ട് പോയിട്ട് തണ്ണിമത്തനൊക്കെ വിഴുങ്ങും. കണ്ടകശനി കൊണ്ടേ പോളൂ, ബാഗും കൊണ്ടാ പോണേ.